Good night. Hello. Good night. Hello. Good night. കോൺഗ്രസിന്റെ യുവമുഖമായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും കൂടിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രി 11:45 PV അൻവറുടെ വീട്ടിലെത്തി അൻവറുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആരോരും അറിയാതെയാണ് പോയത്, വളരെ രഹസ്യമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, കോൺഗ്രസിന്റെ യുവമുഖമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് മറ്റൊരു വിശേഷണം കൂടി നൽകാൻ കഴിയും. അത് VD സതീശന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് എന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ രംഗത്ത് വന്നത്. മത്സരിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വരും. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് VD സതീശനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും സ്വന്തമായി മത്സരിക്കുമെന്ന് പിന്നീട് വൈകുന്നേരത്തോടുകൂടി അറിയിക്കുകയും ഒക്കെ ചെയ്ത TMCയുടെ തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കൾ മത്സരിക്കും PV അൻവർ എന്ന് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അർദ്ധരാത്രി 11:45 രാഹുൽ മാങ്കൂട്ടത്തിൽ VD സതീശന്റെ ഏറ്റവും അടുത്ത അനുയായി PV അൻവറുടെ വീട്ടിലെത്തുന്നത്. എന്തിന്? VD സതീശന്റെ ദൂതനായി. VD സതീശൻ വീണ്ടും തള്ളിപ്പറയുന്നുണ്ട്. തള്ളിപ്പറയുമ്പോഴും അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു നടപടിയെടുക്കാനും ശുപാർശ ചെയ്യില്ല എന്ന്. VD സതീശന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. UDF-ലേക്ക് ഇല്ല എന്നാണ് PV അൻവർ പറഞ്ഞത്. ആ PV അൻവറിനെ ഇന്നലെ രാത്രി ആരും അറിയാത്തൊരു സമയത്ത് താങ്കളുടെ നിയമസഭാ കക്ഷിയിൽപ്പെട്ട ഒരു MLA പോയി കാണുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ. UDF നേതൃത്വത്തിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കൂട്ടം സന്ദർശിച്ചിട്ടുള്ളത്. കാരണം UDFന്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ല എന്നാണ്. കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി UDF കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയത് തന്നെ ആവർത്തിച്ചതുകൊണ്ട് ആ വാതിൽ ഞങ്ങൾ അടച്ചു. ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു. ഇനി ചർച്ചയില്ല. ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. വിശദീകരണം ചോദിക്കേണ്ടത് ഞാനല്ല. പോകാൻ പാടില്ല. UDF നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു. ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല. വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാൻ അവനെ ശാസിക്കും നേരിട്ട്. മറ്റേ സംഘടനാപരമായിട്ടല്ല. അവനോട് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു. അത് അയാൾ തന്നെ പോയി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നമുക്കൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾ ക്ലോസ്ഡ്. ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ്. ഏത് UDF നേതാവും ഏത് കോൺഗ്രസ് നേതാവും ആരും ചർച്ച ചെയ്യാൻ പാടില്ല. ആ ചർച്ചയുടെ വാതിൽ അടയ്ക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് UDF നേതൃത്വമാണ്. മിനിയാന്ന് ചേർന്ന UDF നേതൃത്വം. അവരാണ് തീരുമാനിച്ചത്. നമ്മൾ എടുത്ത നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ആ തീരുമാനം UDF കൺവീനർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ടും തിരിച്ച് നെഗറ്റീവ് ആണെങ്കിൽ ആ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു. എന്നോട് ചുമതലപ്പെടുത്തിയാണ്. ഞാൻ ആ വാതിൽ അടച്ചു ഇന്നലെ. ഇനി ചർച്ചയില്ല. ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതൊക്കെ വേറെ വല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അല്ല, അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം. ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ആരായിരിക്കും? ഒരു സംശയവും വേണ്ട, അത് PV അൻവർ തന്നെയായിരിക്കും. PV അൻവറിന്റെ അറിവോടെയല്ലാതെ ആ ദൃശ്യങ്ങൾ പകർത്തില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ്, PV അൻവറിന്റെ വീട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച. PV അൻവറിന്റെ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്യില്ല. എന്തുകൊണ്ടായിരിക്കും PV അൻവർ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്? ഇപ്പോഴും അനുനയത്തിന് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നു, VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. പക്ഷേ തിരിച്ചടിച്ചു അത് PV അൻവറിന്. PV അൻവറുമായി ഇനി ഒരു കൂടിക്കാഴ്ചയുമില്ല എന്ന നിലപാടിലേക്ക് എത്തി VD സതീശൻ. മുഖം രക്ഷിക്കാനുള്ള അവസാന ശ്രമം
വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയുന്നു. അതിനുശേഷം ഇനി ഒരു ചർച്ചയുമില്ല, വാതിലടച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു പ്രതിപക്ഷ നേതാവ് UDF-ന്റെ ചെയർമാൻ. മറ്റു നേതാക്കൾ ഇത് സംബന്ധിച്ച് യാതൊന്നും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ വി.ഡി. സതീശൻ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു എന്നതുകൂടി നോക്കണം. എന്ന് വെച്ചാൽ വി.ഡി. സതീശൻ അവസാന നിമിഷം വരെ ശ്രമിച്ചു അനുനയത്തിന്. ഏറ്റവും അവസാനം ദൂതനെ അയച്ചു PV അൻവറുടെ അടുത്തേക്ക്. അതും ഫലിച്ചില്ല, അതും പാളി. അതിനുശേഷം ഇതാ രോഷത്തോടെ പറയുന്നു വി.ഡി. സതീശൻ, ഇനി ഒരു ചർച്ചയുമില്ല, അടച്ചിരിക്കുന്നു വാതിൽ എന്ന്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലായി വി.ഡി. സതീശനും UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും. അതുകൊണ്ട് തന്നെയാണ് തള്ളിപ്പറഞ്ഞ് മുഖം രക്ഷിക്കാൻ വി.ഡി. സതീശൻ അവസാന ശ്രമം നടത്തുന്നത്.